ഹലോ മാജിക് മോണിറ്റർ. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞിരിക്കുകയായിരിക്കും. മാക്സിമം പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് IGP ട്രെയിനർ ആയിട്ടുള്ള റമീസ് വീമ്പൂർ സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റമീസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. റമീസ്, പ്ലീസ് വെൽക്കം സർ. ഓക്കെ സർ. എന്നെ പരിചയപ്പെടുത്തി, ഞാൻ റമീസ് വീമ്പൂർ, മഞ്ചേരിയാണ് വീട്. നിലവിൽ BBA LLB കഴിഞ്ഞു നിൽക്കുകയാണ്. എൻറോൾമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. വളരെ മനോഹരമായ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെഷനിലേക്ക് കയറുന്നത്. ഈ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അല്ലെങ്കിൽ അനുഭവിച്ചപ്പോ ഭയങ്കര ഒരു ത്രിൽഡായി, രാവിലെ തന്നെ ത്രിൽഡായി. അപ്പൊ ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. എനിക്കിങ്ങനെ അവസരം തന്നതിനും നിങ്ങളെ എന്താ പറയാ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ സബ്ജക്ട്, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ്. ഒരു ചെറിയ പുസ്തകം വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. അതിലുള്ള ടോപ്പിക് തന്നെയാണ് സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഓരോ നിമിഷവും നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് സമയത്തെ ചിലവഴിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ തുടക്കം തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായ പ്ലാനിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിങ്ങുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അവന് അല്ലെങ്കിൽ അവൾക്ക് അവരുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചിലപ്പോൾ അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ സന്തോഷത്തോടു കൂടി ഇരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ മക്കളുള്ള ആളുകൾക്കറിയാം, അവര് ഇപ്പൊ ഒരു അച്ഛൻ അല്ലെങ്കിൽ വീട്ടിലെ അമ്മ ജോലിക്ക് പോകുന്ന ആളാണ്, ആ വീട്ടിൽ ചെറിയ കുഞ്ഞുണ്ട് എങ്കിൽ അവർ ആ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് പോലും ആ മക്കള് വല്ലാണ്ട് പ്രതീക്ഷിക്കും. എന്തെങ്കിലും ഒരു ചെറിയ മിഠായിക്കെങ്കിലും പ്രതീക്ഷിക്കും. കാരണം ആ കുട്ടികളുടെ സന്തോഷം ഒരു പക്ഷെ ആ 1 രൂപയുടെ മിഠായി ആവാം, അല്ലെങ്കിൽ മറ്റെന്തോ ആവാം. അങ്ങനെ എല്ലാ ആളുകളും, മനുഷ്യജന്മത്തിലുള്ള മുഴുവൻ ആളുകളും വ്യത്യസ്തമായ രീതിയിൽ ഹാപ്പിനെസ്സിനെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അങ്ങനെ ഇരിക്കെ എന്താണ് ഈ ഒരു ഹാപ്പിനെസ് നേടിയെടുക്കാനുള്ള രഹസ്യം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മളോട് തന്നെ ചോദിക്കുകയും അതിനുള്ള ചെറിയൊരു ആൻസറും ആ ഒരു പുസ്തകത്തിൽ തന്നെ പറയുന്ന ആ ഒരു ആൻസറും നിങ്ങളിലേക്ക് കൈമാറുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ രണ്ട് വരി കവിതയുണ്ട്. എഴുത്തച്ഛൻ എഴുതിയ 2 വരി കവിതയുണ്ട്. മുഖ്യമാം മനുഷ്യ ജന്മത്തിങ്കിൽ എല്ലാവർക്കും ദുഃഖ സൗഖ്യങ്ങൾ ഇടകലർന്നുണ്ടെന്നറിയുക നാം. മനുഷ്യ ജന്മത്തിന്റെ അടിസ്ഥാനമാണ് ദുഃഖവും അല്ലെങ്കിൽ സുഖവും എന്ന് പറയുന്നത്. മനുഷ്യനെന്ന് പറഞ്ഞത് തന്നെ ഈ ഒരു ദുഃഖങ്ങളെയും സൗഖ്യങ്ങളെയും ഇങ്ങനെ ഇടകലർന്ന് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് മനുഷ്യജന്മം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രയാസങ്ങൾ വരുമ്പോ വല്ലാണ്ട് സങ്കടപ്പെടാതെ, സന്തോഷങ്ങൾ വരുമ്പോ വല്ലാണ്ട് സന്തോഷിക്കാതെ, എല്ലാം ആസ്വദിക്കുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തുഷ്ടരാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ വല്ലാത്ത സന്തോഷത്തിലാണ്, അതിൽ നമ്മൾ അഭിരമിച്ച് ആ സന്തോഷത്തിൽ അത്യധികം ആനന്ദപുളകിതമാകുന്ന അവസരത്തിൽ പോലും നമ്മൾ ചിന്തിക്കണം, ദുഃഖമെന്ന് പറയുന്ന ഒരാൾ നമ്മൾ ഇത്രയും സമയം ഉറങ്ങിയ നമ്മുടെ ആ വിരിപ്പിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നതുപോലെ വലിയ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ അമിതമായി സങ്കടപ്പെടരുത്, അമിതമായി ദുഃഖിക്കപ്പെടരുത്. കാരണം നമ്മളിപ്പോ എഴുന്നേറ്റ് പോകുന്ന ആ ഒരു വിരിപ്പിൽ, നമ്മൾ കിടന്നുറങ്ങിയ വിരിപ്പിൽ ഒരു പക്ഷേ മനോഹരമായ ഒരു സന്തോഷത്തിന്റെ വേളകൾ കിടക്കുന്നുണ്ട്.
അങ്ങനെ പറയുമ്പോ നമുക്ക് ഈ ഒരു സന്തോഷവും സങ്കടവും ഇടകലർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു സൂചനയാണ്. എന്നും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം ഉണ്ടാവില്ല. എന്നും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവില്ല. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സമയത്തെ ഇങ്ങനെ പ്രയാസങ്ങൾ വരുന്ന സമയത്തോ സന്തോഷങ്ങൾ വരുന്ന സമയത്തോ അത് കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മനോധൈര്യമാണ് നാം മനുഷ്യർ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ആദ്യമായി എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. ഇനി ആനന്ദത്തിന്റെ രഹസ്യമാണ് പറയാൻ. അപ്പൊ ഈ രഹസ്യം എന്താണ്? ഈ രഹസ്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്നെ അറിയുന്ന പോലെ മറ്റൊരാൾക്ക് എന്നെ അറിയാൻ ഇടയില്ല, അറിയാൻ കഴിയില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ശരിയല്ലേ? രഹസ്യം എന്ന് പറയുന്ന സാധനം തന്നെ അതാണ്, അല്ലേ? നമുക്ക് നമ്മെ അറിയുന്ന പോലെ മറ്റൊരാൾക്ക് നമ്മെ അറിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു കാര്യമല്ലേ ഈ രഹസ്യം? അപ്പൊ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് അതിനെന്ത് ഒരു രഹസ്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഈ ഹാപ്പിനെസ് നേടിയെടുക്കാൻ പോലും എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നുള്ള. യഥാർത്ഥത്തിൽ സന്തുഷ്ടരായിരിക്കുക എന്നുള്ളത് ഒരു പരസ്യമായ ഒരു പ്രകടനം മാത്രമല്ല, അത് മാനസികമായ ഒരു 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 സങ്കല്പമാണ്, അല്ലെങ്കിൽ മാനസികമായ ഒരു നേട്ടം കൂടിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തുഷ്ടരാവുക എന്നുള്ളത് നമ്മുടെ രഹസ്യമായ ഭാഗങ്ങളിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ വ്യക്തിപരമായിട്ടുള്ള സമയങ്ങളിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് കീപ് സ്മൈൽ ആൾവേസ് എന്നൊക്കെ പറയുന്ന പോലെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും മനോഹരമായ സന്തോഷത്തെ നേടിയെടുക്കുന്നവരായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വലിയൊരു വലിയൊരു കാര്യമാണ്. അപ്പോ ഹാപ്പിനെസ് ഒരു രഹസ്യമായ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കുക എന്നുള്ളത് എപ്പോഴും രഹസ്യമായിരിക്കേണ്ട കാര്യമോ പരസ്യമായിക്കൊണ്ടിരിക്കേണ്ട കാര്യമോ അല്ല. അതിൽ രഹസ്യ സമയങ്ങളിൽ പോലും നമ്മൾ സന്തുഷ്ടരായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലൊരു രാജ്യത്തിന്റെ രാജാവ്, ആ രാജാവ് ആ രാജ്യത്തെ മുഴുവൻ പണ്ഡിതന്മാരെയും തന്റെ കൊട്ടാരത്തിലേക്ക്, ദർബാറിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ രാജാവ് ആ പണ്ഡിതന്മാരോട് മുഴുക്കെ പറയുന്നു, പ്രിയപ്പെട്ട എൻ്റെ പണ്ഡിത സുഹൃത്തുക്കളെ, നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് എനിക്ക് കൈമാറാൻ പറ്റുന്ന മനോഹരമായ ഒരു കാര്യത്തെ, ഒരു വിജ്ഞാനത്തെ നിങ്ങൾ ഏകോപിച്ചു കൊണ്ടുതരണം എന്ന് പറയുക. അങ്ങനെ ആ രാജ്യത്തെ മുഴുവൻ മഹാപണ്ഡിതന്മാരും രാജാവ് ഉദ്ദേശിച്ച ആ ഒരു വിജ്ഞാനത്തെ പറ്റിയിട്ട് റിസർച്ച് നടത്തുകയാണ്, പഠനം നടത്തുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. പണ്ഡിതന്മാർ മുഴുവൻ ഒരു തീരുമാനത്തിലെത്തി. അവരൊരു വലിയ പുസ്തകം എഴുതിയിട്ട് രാജാവിന്റെ കൈകളിൽ കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, രാജാവേ, ഇതാണ് ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അങ്ങേക്ക് കൈമാറാനുള്ള വിജ്ഞാനം എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം കൈമാറുകയാണ്. ഈ സമയത്ത് ആ രാജാവ് പറഞ്ഞു, ഇത് വലിയൊരു പുസ്തകമാണ്, വലിയൊരു ഗ്രന്ഥമാണ്. ഇത് മറ്റുള്ളവർക്ക് വായിക്കാൻ മടിയാവും. അതുകൊണ്ട് ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം, ഇത് ചെറുതാക്കിയിട്ട് ഒരു ഷോർട്ട് രൂപമാക്കിയിട്ട് കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ വീണ്ടും പണ്ഡിതന്മാർ പണിയിലായി. അവർ വീണ്ടും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ വീണ്ടും സ്റ്റഡി ചെയ്ത് അവസാനമായിട്ട് 10 പേജുള്ള ഒരു പുസ്തകമാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്തും അദ്ദേഹം പറഞ്ഞു, ഇതിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇതിനെക്കാട്ടിലും സംക്ഷിപ്തമായ രൂപത്തിൽ നിങ്ങൾ ആ വിജ്ഞാനത്തെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും ഇവർ അങ്കലാപ്പിലായി. എന്നിരുന്നാൽ കൂടി അവർ വീണ്ടും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പഠിക്കാൻ പഠിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രാജാവിന്റെ സന്നിധിയിൽ എത്തിയിട്ട് അവർ പറയുന്നു, ആ വലിയ പുസ്തകത്തിൽ എഴുതിയ ആ കാര്യത്തെ 10 പേജിലേക്ക് ചുരുക്കിയ ആ കാര്യത്തെ വീണ്ടും അവർ ഒരൊറ്റ കോട്ട് പോലെ അവർ പറയുന്നു, ഒരാൾക്കും ജീവിതത്തിൽ ഒന്നും സൗജന്യമായി ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ രാജാവിന് വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം
ആ ഒരു കോട്ട് മാത്രം അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെയും കാര്യം. നമുക്ക് എന്തെങ്കിലും സൗജന്യമായി ലഭിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്താഗതി മാറ്റിയിട്ട് കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള റിസൾട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. സൗജന്യമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. സൗജന്യമായിട്ട് പലതും കിട്ടിയേക്കാം. എന്നിരുന്നാൽ കൂടി ആ ഒരു സൗജന്യമായി ലഭിക്കണം, എനിക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഞാൻ എടുക്കുന്ന പണിക്കുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയാ മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് ആനന്ദത്തിന്റെ ഒരു രഹസ്യം എന്നുള്ള ഒരു കാര്യം പറയുന്നത്. ഇനി ഇതിൽ നിന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യം, ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ഈസ് ഹാർഡ് വർക്ക് എന്നുള്ളത്. നമ്മൾ ഒരു ജോലി ചെയ്യുന്നു, ആ ജോലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നു, ഹാർഡ് വർക്ക് എടുത്ത് നമ്മുടേതായിട്ടുള്ള എല്ലാ ഹാർഡ് വർക്കും അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു മനോഹരമായ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. ഇതും ഒരു പണിയും എടുക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു 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 റിസൾട്ടും. അതിൽ ഏറ്റവും മനോഹരമായതെന്താ, ഏറ്റവും സന്തോഷമായതെന്താ? തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് തന്നെ ആയിരിക്കും ഏറ്റവും ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്നാം ഈ ഒരു ചെറിയ ഈ ഒരു ആനന്ദത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ആ ഒരു ഉൾക്കാമ്പ് എന്നുള്ളത് ഞാൻ നിങ്ങളെയും എന്നെയും ഓർമ്മിപ്പിക്കും. ഇപ്പോ നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രാവിലെ മുതൽ വളരെ പ്രയാസപ്പെട്ട് പാകം ചെയ്ത് നമുക്ക് തരുന്ന ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ അല്പം കഴിച്ച് അത് മനോഹരമായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് എന്ന് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ സ്വയം അങ്ങനെ സങ്കല്പിക്കുമ്പോൾ, നമ്മൾ ആ എടുത്ത ആ ഒരു ജോലിക്കുള്ള റിസൾട്ട് അവിടെ കിട്ടുമ്പോൾ അതിലുള്ള ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ ആർക്കോ വേണ്ടി എന്തോ ചെയ്ത്, എന്തോ ഒരു സാധനം പാകം ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ചിരുമ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഫീൽ ഉണ്ടാവാതെ ഇരിക്കുമ്പോൾ അതിൽ നമ്മൾ എഫോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് രസകരമല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിൽ ഉള്ളതിനെക്കാട്ടിലും മനോഹരമാണ് നമ്മൾ കൃത്യമായ ഹാർഡ് വർക്ക് ഒക്കെ എടുത്ത് എഫോർട്ട് എടുത്ത് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെയും എന്നെയും ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞു വന്നത് അധ്വാനമാണ് ആനന്ദത്തിന്റെ രഹസ്യം എന്നുള്ളതാണ്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാവട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാവട്ടെ, നമ്മൾ ആ മേഖലയിൽ കൃത്യമായ അധ്വാനശീലരായി ജീവിക്കുക, കൃത്യമായിട്ട് അധ്വാനിക്കുക, ഒന്നും സൗജന്യമായി പ്രതീക്ഷിക്കാതെ നന്നായിട്ട് അധ്വാനിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് മറ്റുള്ള ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും മനോഹരമായിരിക്കും. അതിന്റെ സന്തോഷം മറ്റുള്ള ഒരാളോട് പറയത്തക്ക രീതിയിലായിരിക്കില്ല, അല്ലെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സന്തോഷത്തിന്റെ മഹാ അത്ഭുതമായിരിക്കും അത്, ആ ഒരു കാര്യം എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമ്മൾ പറയാറുണ്ട്, തീയിൽ കുരുത്തതെ വെയിലത്ത് വാടാതിരിക്കും, അല്ലെ? യഥാർത്ഥത്തിൽ തീയിൽ കുരുത്തതെ വെയിലത്ത് വാടാതിരിക്കൂ. അതും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വെക്കുകയാണ്. നന്നായിട്ട് കഠിനാധ്വാനിയായിട്ടുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളെ മറികടക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മുടെ ജോലിയുടെ കാര്യത്ത്, നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൽ, എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഭയപ്പാടിലാണ്. കാരണം അതൊരു പക്ഷേ
ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ജോലി എനിക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അവര് നമ്മെ വെറുത്തേക്കാം. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതികളൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, ആ ഒരു നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റി നമ്മുടെ മാക്സിമം എഫോർട്ടിന്, നമ്മുടെ മാക്സിമം കഴിവുകളെ, നമ്മുടെ മാക്സിമം ഹാർഡ് വർക്കിന്, നമ്മുടെ മാക്സിമം ഡെഡിക്കേഷന് കോൺഫിഡൻസോട് കൂടി ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ, നമുക്ക് ഏത് മേഖലയിലാണോ വിജയം കൈവരിക്കേണ്ടത് ആ മേഖലയിലേക്ക് നമ്മൾ മാക്സിമം നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് അതിമനോഹരമായിരിക്കും. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റത്തിന് അത് കാരണമായേക്കാം. മറ്റൊരു കഥയുണ്ട്. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പൗലോ കൊയ്ലോ പറയുന്ന ആ മനോഹരമായ പുസ്തകത്തിൽ ചെറിയൊരു ഒരു കഥയുണ്ട്. കച്ചവടക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മകൻ ആ കച്ചവടക്കാരനോട് ചോദിക്കുകയാണ്, എന്താണ് ആനന്ദത്തിന്റെ രഹസ്യം എന്നത്. കച്ചവടക്കാരന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം പറയുന്നു, നീ ലോകത്തെ ഏറ്റവും വലിയൊരു ജ്ഞാനിയുണ്ട്, ആ ജ്ഞാനിയുടെ അടുത്തേക്ക് നീ പോകണം. അദ്ദേഹത്തോട് നീ പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ജ്ഞാനിയെ തേടി 40 നാളോളം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. കുറെ സഞ്ചരിക്കുമ്പോൾ ഈ 40 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഒരു മനോഹരമായ ഒരു കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. കാരണം ആ മകൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ജ്ഞാനി അല്ലെങ്കിൽ ഒരു സന്യാസി, ഒരു സൂഫി എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറെ ജട പിടിച്ച താടിയും അല്ലെങ്കിൽ ഒരു പാവത്താനായ ഒരാളെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മനോഹരമായ ഒരു കൊട്ടാരമാണ് അവന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ബന്ധപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു. മഹാത്ഭുതം! ആ കൊട്ടാരത്തിലെ ഓരോ ഭാഗവും മനോഹരമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഭക്ഷണത്തളികകളിൽ മനോഹരമായ ഭക്ഷണങ്ങളുണ്ട്. കുറെ ആളുകൾ ആ ജ്ഞാനിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ ആ ജ്ഞാനിയെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ ഈ ഒരു കച്ചവടക്കാരന്റെ മകന്റെ സമയം അടുത്ത് ഊഴമെത്തി. അവൻ ആ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് എത്തുന്നു. ജ്ഞാനിയോട് തന്റെ ആവശ്യം പറയുന്നു. ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്, നിനക്ക് സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയണം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോ അവൻ ഇങ്ങനെ തല കുലുക്കി എനിക്കറിയണമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ കൊട്ടാരം മുഴുവൻ എന്റെ ലോകമാണ്. നീ ഒരാളെ പരിചയപ്പെടുന്നതിന് മുമ്പ് നീ അയാളെ കുറിച്ച് നന്നായിട്ട് അറിയണം. അതുകൊണ്ട് നീ ഈ കൊട്ടാരം മുഴുവൻ കറങ്ങി തിരിച്ചു വരണം എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്പൂണ് കൊടുക്കുന്നു. ആ സ്പൂണിൽ 2 തുള്ളി എണ്ണയും ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഈ കൊട്ടാരം മുഴുവൻ കറങ്ങി തിരിച്ചു വരുമ്പോഴും ഞാൻ നിന്നെ ഏൽപ്പിച്ച ഈ 2 തുള്ളി എണ്ണ നീ കളയരുത് എന്ന് പറയുന്നു. അങ്ങനെ അവൻ ആ മനോഹരമായ കൊട്ടാരത്തിന്റെ വീഥികളിലൂടെ ആ കൊട്ടാരത്തെ കാണാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുകയാണ്. നിരവധി അനവധി ഊണിപ്പടികളൊക്കെ കയറി അവസാനം 2 മണിക്കൂറിന് ശേഷം അവൻ ആ ജ്ഞാനിയുടെ അടുത്ത് തിരിച്ചെത്തുകയാണ്. ജ്ഞാനിയുടെ അടുത്ത് തിരിച്ചെത്തി തന്റെ കയ്യിലെ 2 തുള്ളി എണ്ണയും അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്റെ കൊട്ടാരം എങ്ങനെയുണ്ട്? എത്ര മനോഹരമായിട്ടാണ് ഇത് പണിതതെന്ന് നീ ശ്രദ്ധിച്ചുവോ? എന്റെ ഗ്രന്ഥപുരയിലെ പുസ്തകങ്ങളെ, ആ പുസ്തകങ്ങളുടെ താളുകളെ നീ ശ്രദ്ധിച്ചോ? എത്ര മൃദുലമാണ് ആ പുസ്തകത്തിന്റെ ഓരോ താളുകളും. എന്റെ ഉദ്യാനം നീ ശ്രദ്ധിച്ചോ? എത്രയോ കാലമെടുത്തിട്ടാണ് ആ ഉദ്യാനം ഞാൻ അങ്ങനെ ആക്കിയെടുത്തത്. ആ ഉദ്യാനത്തിൽ ഒരുപാട് പൂക്കളെ നീ ശ്രദ്ധിച്ചു? മനോഹരമായ പൂക്കളെ നീ ശ്രദ്ധിച്ചു? അതിന്റെ വ്യത്യസ്തമായ കളറുകളും വ്യത്യസ്തമായ വ്യത്യസ്തമായ വാസനയും നീ
സ്മെൽ ചെയ്തോ അല്ലെങ്കിൽ ആസ്വദിച്ചോ എന്ന് ചോദിക്കുകയാണ്. വ്യത്യസ്തമായ പരവതാനികൾ എന്റെ എന്റെ മുറി നീ ശ്രദ്ധിച്ചോ, എന്റെ മുറിയിലെ പട്ടുകൾ നീ ശ്രദ്ധിച്ചോ എന്നൊക്കെ ചോദിച്ചു അതിന്റെ മനോഹരമായ ആ കൊട്ടാരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഞാൻ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ കച്ചവടക്കാരന്റെ മകൻ അന്താളിച്ചു പോയി തല താഴ്ത്തി. കാരണം തന്റെ കയ്യിലിരിക്കുന്ന ഈ എണ്ണപ്പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്തു പോകാതെ തിരിച്ചേൽപ്പിക്കുക എന്ന ദൗത്യമുള്ളത് കൊണ്ട് തന്നെ ഓരോ കോണിപ്പടി കയറുമ്പോഴും ഓരോ കാലടി വെക്കുമ്പോഴും അവൻ മറ്റുള്ള ഒരു വിഷയത്തിലും അല്ലെങ്കിൽ ആ ഒരു കൊട്ടാരത്തിന്റെ ഒരു സൗന്ദര്യത്തിലും അവൻ മയങ്ങി വീഴാതെ അവൻ ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോയത് കൊണ്ട് അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല, ഒരു സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല, ഒരു മനോഹാരിതയും കാണാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് ഞാനി അവനോട് പറഞ്ഞു, നീ ഒന്നുകൂടി എന്റെ ഈ കൊട്ടാരം വീക്ഷിച്ചു വരണം, എന്റെ ഈ കൊട്ടാരത്തിന്റെ മനോഹാരിത നീ ഒന്നുകൂടി ആസ്വദിച്ചു വരണം. പക്ഷേ ഇത്തവണ നീ വരുന്ന സമയത്ത് എനിക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരണമെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ആ 2 തുള്ളി എണ്ണ ഒഴിച്ച സ്പൂൺ അവൻ ഏൽപ്പിക്കുകയാണ്. അവൻ വീണ്ടും ആ കൊട്ടാരത്തിലൂടെ ഉലാത്താൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ ഓരോ തൂണും തുരുമ്പും അവൻ ശ്രദ്ധിച്ചു, കൃത്യമായിട്ട് മനസ്സിലാക്കി. രാജ ഈ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയാണ്. ജ്ഞാനിയോട് അവൻ ഓരോ കാര്യങ്ങളും എടുത്തു പറയാൻ ശ്രമിക്കുമ്പോൾ ജ്ഞാനി ചോദിച്ചു, നീ ഇതൊക്കെ പറഞ്ഞു ശരിയാ, പക്ഷേ ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ സ്പൂണും ആ സ്പൂണിലെ 2 തുള്ളി എണ്ണയും എന്തായി എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ അവന്റെ കയ്യിലെ ആ എണ്ണ പാത്രം ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സ്പൂൺ അല്ലെങ്കിൽ ആ എണ്ണപാത്രം ശൂന്യമായിരുന്നു. അപ്പോ ഞാനി പറഞ്ഞു, ഇതാണ് ആനന്ദത്തിന്റെ രഹസ്യം. നിന്റെ കൈകളിലുള്ള നിന്നിലുള്ള കഴിവിനെ അല്ലെ നിന്നിലുള്ളതെന്തോ അത് നഷ്ടപ്പെട്ടു പോകാതെ, അത് നശിപ്പിക്കാതെ നിന്റെ എല്ലാ സന്തോഷങ്ങളെയും നിന്റെ എല്ലാ കാര്യങ്ങളെയും നീ നേടിയെടുക്കുക എന്നുള്ളതാണ് ആനന്ദത്തിന്റെ രഹസ്യം എന്നുള്ളതാണ് ആ ഒരു ജ്ഞാനി അദ്ദേഹത്തിന് കൊടുത്ത മറുപടി. നമ്മിലുള്ള കഴിവിനെ നമുക്ക് എന്താണോ ഉള്ളത്, നമ്മുടെ കഴിവാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാവട്ടെ, ആ കാര്യങ്ങളെ സ്വയം മനസ്സിലാക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് പകരം നമുക്കുള്ള കഴിവിനെയും നമുക്കുള്ള ടാലൻസിനെയും നമുക്കുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യമായ ഹാർഡ് വർക്കോടുകൂടി, കൃത്യമായ പരിശ്രമത്തോടുകൂടി, അധ്വാനശീലത്തോടുകൂടി നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക. ഞാനും നിങ്ങളും പെരുമാറാൻ ശ്രമിക്കുക. നമ്മുടെ മേഖലകളിൽ നാം തിളങ്ങാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഓക്കെ റമീസ്, താങ്ക് യു സോ മച്ച് സർ. അപ്പോ ഒരുപാട് സ്റ്റോറീസിലൂടെ ഒരുപാട് എക്സാമ്പിൾസിലൂടെ ഹാപ്പിനെസ് എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് മേഖലകളിലൂടെ നമുക്കിത് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു സെക്ഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഹലോ, ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ എല്ലാവരും മുന്നോട്ട് വന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. പിന്നെ ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഇതുപോലൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഉണ്ണികൃഷ്ണ സർ.
Magic morning to all. Good morning, Ramesh sir. കേൾക്കുന്നില്ലേ? കേൾക്കാം സർ. എന്തായാലും ഇന്നത്തെ സെഷൻ വളരെ ഉത്തേജനം നൽകുന്നതായിരുന്നു. കാരണം നമ്മളുടെ ഏതൊരു വ്യക്തിക്കും ജന്മം നൽകി കഴിഞ്ഞാൽ അതിന് അവർക്ക് ദൈവം ഒരു കഴിവ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നും കണ്ടെത്തി അല്ലെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മളിലുള്ള കഴിവിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു നിഷ സർ. ദെൻ നെക്സ്റ്റ് ആരാ വരുന്നേ? ഹലോ. ഓക്കെ, ഷാമിനി മാം. മാജിക് മോർണിംഗ് സർ. നല്ലൊരു സെഷൻ ആയിരുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സർ. ഓക്കെ, ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്നത്തേത്. എന്താ പറയാ, ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഹാപ്പിനെസ് കണ്ടെത്താം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു ക്ലാസ്സും കൂടിയാണത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല പല എക്സ്പീരിയൻസുകളും പലവർക്കും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം ഹാപ്പിനെസ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ ഒരു കമ്മിറ്റഡ് ആയിരിക്കുക. അപ്പൊ തന്നെ നമുക്ക് അകത്തുനിന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് തന്നെ ഒരു സന്തോഷത്തിന്റെ എന്താ പറയാ ഒരു റൂട്ട് കോസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. മണി സർ. മാജിക് മോർണിംഗ്. രമി സാർ, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ജീവിതം ദുഃഖ സമ്മിശ്രമാണെന്നും ഒന്നും തന്നെ നമുക്ക് സൗജന്യമായി ലഭിക്കില്ല എന്നുള്ള ഒരു മെസ്സേജും പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ് പറയാണ്. അതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കി വളരെ കൃത്യമായി ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസിലേക്ക്, നമ്മളെ ഒരു ആനന്ദത്തിലേക്ക്, അതിന്റെ റിസൾട്ടിലേക്ക് ശരിക്കും നമുക്ക് സന്തോഷകരമായ ഒരു ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നുണ്ട്. പ്രത്യേകിച്ച് 2-3 എക്സാമ്പിൾ ആൽക്കമിസ്റ്റിലെ അതും സാർ പറഞ്ഞു തന്നു, വളരെ മനോഹരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു സാർ ക്ലാസ്. ഓക്കെ, താങ്ക് യു മണി സർ. സിന്ധു മാം. മാജിക് മോർണിംഗ് റമീസ് സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറ് പറഞ്ഞതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല്, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ സുഖവും ദുഃഖവും ഇടകലർന്നതാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ചിലപ്പോ ആദ്യം നമുക്ക് ചിലപ്പോ സുഖമായിരിക്കാം, പക്ഷെ പിന്നീട് അത് ചിലപ്പോ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്തായാലും അത് അനുഭവിച്ചേ മതിയാവൂ. ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോണതിന്റെ മുന്നേ ഈ 2 കാര്യങ്ങൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. പിന്നെ അതുപോലെ സാറ് പറഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചത്, നമ്മള് പരിശ്രമിക്കാതെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നേടിയെടുക്കുന്ന ഒരു ഹാപ്പിനെസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതും നല്ലൊരു പോയിന്റാണ്. നമ്മള് ഒരു പരീക്ഷ പാസ്സാവാണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം പഠിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അവിടെ എടുക്കുന്ന ആ ഒരു എഫേർട്ട്, പഠിച്ചിട്ട് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഭയങ്കര സന്തോഷം. ആ സ്ഥാനത്ത് കോപ്പി അടിച്ചിട്ട് കിട്ടുന്ന റിസൾട്ടിനോട് വലിയ ഇമ്പൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ പഠിക്കാതെയുള്ള നമുക്ക് കിട്ടില്ല. അപ്പൊ രണ്ടും ഒരു വ്യത്യാസം. നല്ല ഒരു ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു ഗോപിക. ഓക്കെ, താങ്ക് യു. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു ഹോബീസോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത്തരം ഒരു ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഷാജൻ സർ. മാജിക് മോർണിംഗ്. ഇന്ന് എടുത്ത ടോപ്പിക് വളരെ അർത്ഥവത്തായ ഒരു ടോപ്പിക്കാണെന്ന് എടുത്തത്. അതില് എനിക്കൊരു സജഷൻ ഉള്ളത്, നമ്മളിപ്പോ പറഞ്ഞു നമ്മുടെ ലൈഫ് മിശ്രിതമായിട്ടാണ്, അതായത് നമുക്ക് നല്ലതും ചീത്തയും നമുക്ക് ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. ഇത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിൽ കൊടുക്കുന്ന ഒരു അഫർമേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം
ഹവായൻ ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്ര പേര് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ വായിച്ചൊരു ബുക്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ ചേഞ്ചസ് കൊണ്ടുവന്നത് ഈ വേർഡ് അവർ മാറ്റാൻ തയ്യാറായിട്ടുണ്ട്. സന്തോഷവും സങ്കടവും എന്നുള്ളൊരു വേർഡ് അവരെപ്പോഴും ഹാപ്പിനെസ്സിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഒന്ന് മാറിക്കൂടെ എന്നുള്ളതാണ്. നമുക്ക് രണ്ടും വേണമെന്നില്ലല്ലോ. നമുക്ക് ഹാപ്പിനെസ് മാത്രം മതിയല്ലോ നമ്മുടെ ലൈഫിൽ. നമുക്ക് അങ്ങനെ ഒരു മാറാൻ ഈ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ദി സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ഈസ് ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. വളരെ അർത്ഥവത്തമായിട്ടുള്ള ഒരു വേർഡാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ, അത് ഹാപ്പിനെസ്സിലൂടെ ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന വർക്ക് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതും വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ എണ്ണ, നമ്മൾക്ക് ആ ഒരു എന്ത് ജോലി നമ്മൾ ചെയ്യുമ്പോഴും എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ അതിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റി കഴിഞ്ഞാൽ അതിന് നല്ലൊരു റിസൾട്ട്, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് അവിടെ ലൈഫിലായാലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. ആ ബുക്ക് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വളരെ എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കാണ്. വളരെ അധികം അർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബുക്കാണ്. വളരെയധികം നമ്മുടെ മൈൻഡിലേക്ക് വളരെയധികം അർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബുക്കാണ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞത് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ ചെയ്യുന്ന വർക്കില് ആ ഒരു സത്യസന്ധമായിട്ട് നമ്മളൊരു വർക്ക് കൊണ്ടുവന്ന്, ഇപ്പൊ എല്ലാ പ്രപഞ്ചത്തിൽ ധാരാളം ധനം കെടുക്കുന്നുണ്ട്, അറിവ് കെടുക്കുന്നുണ്ട്, ഐശ്വര്യം കെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ നല്ല മാർഗത്തിലൂടെ നമുക്ക് കിട്ടാനുള്ള വഴികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. പണം ഉണ്ടാക്കാൻ ഏത് രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ പരമാവധി 100-ൽ 100 എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും വിജയിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷാജൻ സർ, നിങ്ങളിപ്പോ ഈ ഹാപ്പിനെസ് ലൈഫിൽ നിലനിർത്താൻ, ഹാപ്പിനെസ്സോട് കൂടി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കാര്യങ്ങൾ എന്താ അതിന് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? സാർ പറഞ്ഞ ഹാപ്പിനെസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു. തീർച്ചയായും ഏറ്റവും ഫസ്റ്റ് നമുക്ക് അഫർമേഷനിലൂടെ തുടങ്ങാം. നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ നമ്മുടെ വീട്ടുകാരോട് നമുക്ക് നല്ല രീതിയിൽ ഒരു തരത്തിലും നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താതെ നമ്മൾ വളരെ നല്ല രീതിയിൽ പെരുമാറാനുള്ള ശ്രമങ്ങൾ നടത്താം. അവിടെ നിന്ന് അത് നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ ലോകത്തിലേക്കും മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഒരു പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. നമ്മൾ മാറുമ്പോൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ വർക്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു 2018 തൊട്ടാക്കിയാണ് നമ്മുടെ സീക്രട്ട് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റിയില്ല. എനിക്ക് എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് നമ്മൾ മാഡം പറഞ്ഞ പോലെ നമ്മൾ നല്ല രീതിയിൽ റൈറ്റ് സൈഡിലേക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെയധികം ബാക്കിലേക്ക് പോയിരുന്ന ഒരാളാണ്. എനിക്ക് അത്രയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ട് മാറിയെന്നല്ല, നമുക്ക് ഓരോ ദിവസവും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഗോപിക. ഓക്കെ, താങ്ക് യു ഷാജൻ സർ. അപ്പൊ എന്തായാലും ഹാപ്പിനെസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഒരു ചെറിയൊരു അനുഭവം പറയാം ഞാന്. സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ പറയട്ടെ. ഞാൻ ഒരിക്കൽ ഞങ്ങളെ അംഗൻവാടിയില് സൂപ്പർവൈസേഴ്സ് ഈ രജിസ്റ്റേഴ്സ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങളെന്നെ മൊത്തത്തിൽ വിളിച്ചിരുത്തിയ സമയത്ത്, ഇപ്പോഴൊന്നും അല്ലട്ടോ, കുറച്ച് വർഷങ്ങളായി. അപ്പോ ഞാൻ എന്റെ രജിസ്റ്റർ മെയിനായിട്ട് കുട്ടികളെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുന്ന രജിസ്റ്ററാണ്. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. വെരിഫിക്കേഷന് പോണതിന്റെ തലേ ദിവസം വരെ ഞാൻ ഒന്നും എഴുതില്ല. കാരണം എനിക്ക് അറിയുന്നില്ല അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. പിന്നെ കുട്ടികളെ വെയിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാല് എല്ലാരും കള്ളത്തരം കട്ടിട്ടാണ് ഇടുന്നത്. പിന്നെ ഞാനത് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യായി ഒക്കെ വന്ന് മോള് പിടിക്കപ്പെട്ട ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാരും കൂടെ ഒരു ഹാളിൽ ഇരിക്കുമ്പോ സൂപ്പർവൈസർ വിളിച്ചു. ഓരോരുത്തരെ വിളിക്കുക. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ ബുക്ക് അവിടെ കൊണ്ടുവച്ചെടുത്തു. ബുക്ക് തുറന്നു നോക്കിയപ്പം ഒരൊറ്റ ഒന്നുമില്ല, ഒന്നും എഴുതിയില്ല. അപ്പൊ സാറ് വെച്ച്, അല്ല ടീച്ചർ എന്തിനാ ഇവിടെ വന്നത്, ഇതെന്താ ഇപ്പൊ ഇത്? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അറിയില്ല ഇത് ചെയ്യാന്. പിന്നെ എന്ന് പറഞ്ഞാല് എനിക്ക് കള്ളത്തരം കാണിച്ചിട്ട് വെയിറ്റ് ഇതിൽ ഇടാനും അറിയില്ല, എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ സാറിനെ എന്റെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നല്ല എന്താ പറയാ, ഒരു ബുക്കിൽ ഒന്നും എഴുതാതെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ തോന്നി ആ ഒരു ധൈര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം നിന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞേ, സത്യത്തെ, കാരണം ആത്മാർത്ഥതയോടും കൂടി സത്യസന്ധതയോടും കൂടി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
അവിടെ കള്ളത്തരം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിട്ടാണ് സാറേ എന്ന് പറഞ്ഞ. പിന്നെ ഒന്നും പറഞ്ഞില്ല സാറ് ട്ടാ. എനിക്കൊരു ഡേറ്റ് തന്നിട്ട് പറഞ്ഞ ആ ഡേറ്റിനുള്ളിൽ ഒന്ന് കുറച്ചെങ്കിലും ചെയ്തിട്ട് കാണിക്കണം കേട്ടോ. ഓക്കെ പറഞ്ഞു. കാരണം നമ്മൾ അവിടെ എടുത്ത ആ ഒരു എന്താ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് തൂക്കം കുറയാണ്ട് ഇട്ടിട്ട് നമുക്ക് കൊണ്ടേ കാണിക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്ന് അറിയാം. അപ്പൊ നമ്മള് ചെയ്യുന്ന ജോലിയിൽ നമുക്ക് എത്രത്തോളം സത്യസന്ധത ആത്മാർത്ഥതയുണ്ടെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് അതിനൊരു ഇത് എടുക്കേണ്ടത്. കള്ളത്തരം കാണിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നേക്കും അതിന് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് നമുക്ക് അവിടെ എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സിന്ധു മാം. ഓക്കെ, ഇപ്പൊ സാറ് പറഞ്ഞപ്പോ തന്നെ ഹാർഡ് വർക്ക് ആണ് ഹാപ്പിനെസ്സിന്റെ സീക്രട്ട് എന്ന് പറയും. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഓരോ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും വേറൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. അതിനാണ് നമുക്ക് ഫിനാൻസ് വരുന്നു, അല്ലെങ്കിൽ ആ ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാത്തിന്റെ എൻഡ് അവസാനം കിടക്കുന്ന ഹാപ്പിനെസ് തന്നെയാണ്. അത് നമ്മളിപ്പോ ഏതൊരു ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട, നമ്മുടെ ഒരു ബിമാജിക്കിൽ നമ്മളിപ്പോ അറ്റൻഡ് ചെയ്യുന്നത് പോലും നമുക്കൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിന്റെ എൻഡ് വരുന്നത് ഹാപ്പിനെസ് തന്നെയാണ്. സോ ഈ നല്ലൊരു സെഷൻ തന്നതിന് റമീസ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് സെഷന്റെ വൈൻഡപ്പിലേക്ക് കിടക്കാം. ഹലോ, ഓക്കെ, പ്രീത മാം. മാജിക് മോർണിംഗ് ടു ആൾ. ഒരു ഫസ്റ്റ് സാർ. ഹലോ ഗോപിക, ഹലോ. ആ ഓക്കെ, വോയിസ് ബ്രേക്ക് ആയിരുന്നു. പറഞ്ഞ അനുഭവിക്കുമ്പോൾ സന്തോഷം വരുന്നത് അതിന്റെ പുറകില് എന്തെങ്കിലും ചെറിയൊരു കടന്നു പോകും. അതേപോലെ തന്നെ എപ്പോഴും ദുഃഖമായി കാര്യങ്ങളുണ്ടാവും. ഒരുപാട് ടെൻഷൻസ് അനുഭവിക്കുന്ന ഒരു സമയത്ത് ഇതിന്റെ ഒരു എൻഡിങ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സന്തോഷമായിരിക്കും നമ്മുടെ മൈൻഡിൽ. നമുക്ക് അതിനൊരു ഒരിക്കലും നമുക്കത് സങ്കടമായിട്ട് നമുക്ക് തോന്നില്ല. വളരെ നല്ലൊരു സാധനമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് നമ്മൾ ഏത് മേഖലയിലാണ് ആ മേഖല സാറ് പറഞ്ഞു. അത് കറക്റ്റ്. അതായത് നമുക്ക് ഇന്ന കാര്യമില്ല, അല്ലെങ്കിൽ ഒരു സംഭവം ഞാനത് ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു പക്ഷെ എനിക്ക് അതിലൊരു വിജയം ഇല്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഡൗൺ ആവാതെ അതിന് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി കൂടുതൽ ഒന്നും കൂടി ഞാൻ എന്ത് പഠിക്കാനുണ്ട്, നമ്മൾ എന്ത് ചെയ്താലാണ് അതിൽ കൂടുതൽ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതലായിട്ട് അതിൽ തന്നെ ഇൻവോൾവ് ആയി നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് നല്ലൊരു വിജയമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു സർ. വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം. ഓക്കെ, താങ്ക് യു റമീസ് സർ, നല്ലൊരു സെഷൻ എടുത്ത് തന്നേന്ന്. ഓക്കെ, അപ്പൊ എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പിനെസ്സോട് കൂടി തന്നെ കണ്ടിന്യൂ ചെയ്യുക കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പൊ എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ.